ഡോക്ടർ റോയ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേ. കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഡാനി എന്തോ അവിടുന്നും ഇവിടുന്നും ഇല്ലാത്ത രീതിയിൽ വീഡിയോയിലൊക്കെ സംസാരിച്ച് പോയെന്നുള്ള രീതിയിൽ കമന്റ് ബോക്സിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് തുറന്നു പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരുന്നു ഞാൻ പറയുന്നത്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഈ പറയുന്ന ഡോക്ടർ റോയുടെ രണ്ടാമത്തെ വിവാഹമാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. അത് 30 വർഷം മുമ്പ് 35 വർഷം മുമ്പ് അയാൾക്കൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ ഭാര്യ എവിടെ പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത്. എന്താണെന്ന് വെച്ചാൽ ആ ആദ്യ ഭാര്യ ഒരു കെ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ വൈഫായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെയാണ്, ഇദ്ദേഹം മരിച്ച പോലെയാണ് അദ്ദേഹവും മരിക്കുകയും ചെയ്തത്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നു അദ്ദേഹം മരിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ. അദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരുന്നു ഇദ്ദേഹം നിൽക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇദ്ദേഹം തട്ടിയെടുത്തു. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് സത്യത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അത് ബാംഗ്ലൂരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മലയാളികൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാവുന്ന കഥകളൊക്കെ എന്താണ്, അനീഷിന് 10 ലക്ഷം കൊടുത്തു, ഐഡിയ സ്റ്റാസിനുള്ള ഇദ്ദേഹമാണ് ഫ്ലാറ്റ് കൊടുത്തത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അറിയുന്നത്. ന്യൂജൻ പിള്ളേർക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോജു തമ്പിയുടെ നമ്മുടെ അറിയാലോ, ഒരു കമന്റ് ഇട്ടാൽ മതി നിങ്ങൾക്ക് കോടികൾ നേടാം, അല്ലെങ്കിൽ ലക്ഷങ്ങൾ നേടാം, അല്ലെങ്കിൽ കാറുകൾ നേടാം. ഇതൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് അറിയാവുന്ന കഥകൾ. അപ്പം 35 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്ന് അദ്ദേഹത്തിൻ്റെ, അതായത് ഈ നമ്പൂതിരിയുടെ വൈഫിനെ തട്ടിയെടുത്തു. ഈ നമ്പൂതിരിയുടെ വൈഫിനെ തട്ടിയെടുത്തതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അന്ന് ഈ നമ്പൂതിരി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വൈഫ് ആയിട്ട് റിലേഷനായി. ഈ ബാംഗ്ലൂരിലുള്ള കുറേ സ്വത്തും കാര്യങ്ങളൊക്കെ അവരെയാണെന്നാണ് ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. മറ്റേ അയാൾ ജീവൻ വെടിയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയാതെ തന്നെ കഴിഞ്ഞ വീടി പറയാതെ പറഞ്ഞു വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ചിലപ്പോൾ കർമ്മഫലമായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. ചിലപ്പോൾ എല്ലാവരും തന്തയ്ക്കും വിളിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, വിളിക്കാതിരിക്കുമോ ഒക്കെ. അപ്പോൾ നമുക്കിനി യഥാർത്ഥ കാര്യത്തിലോട്ട് വരാം. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇന്നലെ 3:15 ആയപ്പോഴത്തേക്കാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത്. കാരണം അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് തോന്നിയിട്ടായിരിക്കാം. ഇവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, ഇഡിയും ഈ പറയുന്ന IT കാരെയും അവരെയുള്ളവരൊക്കെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. 3 മാസമായിട്ട് ആ സ്ഥാപനത്തിൽ CCTV വർക്ക് ചെയ്യുന്നില്ല. 3 മാസമായിട്ട് അവിടെ CCTV വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത് ആരുടെ കുഴപ്പമാണ്? ഈ വരുന്ന IT ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണോ? 3 മാസം കൊണ്ട് എന്തുകൊണ്ട് അവിടെ ഇത് വർക്ക് ചെയ്യുന്നില്ല? അതൊരു ക്വസ്റ്റ്യൻ മാർക്കല്ലേ? അപ്പോൾ ഇവിടെ ആരുടെ ഭാഗത്തായിരിക്കും? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്താണോ? പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തോട്ട് നമുക്ക് പോവാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയ പുള്ളിക്കാരനെ, ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയാണ് ഇവിടുത്തെ IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ. പിന്നെ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ, കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ TJ ജോസഫ്, ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് കുറേ നേരം അവർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഫുള്ളിരുത്തി ചോദ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുള്ളിരുത്തി. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ലോക്കർ അവർ സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീൽ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഡോക്ടർ റോയ് ഈ പറയുന്ന കർണാടക കോർട്ടിൽ പോയി സ്റ്റേ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെന്തൊടുത്ത് ഈ IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ തന്നെ ഇതിൻ്റെ പോലെ സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് എന്തായാലും അഴിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ അവർ കോടതിയിൽ ചെന്നിട്ട് പേപ്പറെല്ലാം സെറ്റാക്കി. അതാണ് 3-4 ദിവസം മുമ്പ് ഈ റൈഡും കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ കോൺഫറൻസ് ഗ്രൂപ്പ് മാത്രമല്ല, അവിടെയുള്ള വലിയ ബിസിനസ്മാരായിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഇവർ പോയിട്ടുണ്ട്, എല്ലായിടത്തും. പിന്നെ കോൺഫറൻസ് ഗ്രൂപ്പിൽ പോയത് കൊച്ചിയിലുള്ള IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീമാണ് അവിടെ പോയത്. അപ്പം അറിയാലോ, ഇതിപ്പം ഇവിടെ മാത്രം എന്താ കുറേ മലയാളികൾ വരുന്നതെന്നുള്ള കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പം മെയിനായിട്ട് അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത്, കാരണം ഇപ്പോൾ മലയാളികളുണ്ടെങ്കിൽ ഓക്കെ മലയാളികൾ പറഞ്ഞു വിടാം, അങ്ങനെ ആയിരിക്കാം. അല്ലാതെ വലിയ ദുരോഹിതമുണ്ട്, അതുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ടെന്നും പറഞ്ഞുള്ള രീതിയിലെ സംസാരത്തിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് 1 മണിക്കൂറോളം ഇദ്ദേഹത്തിന് ചോദ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അമ്മയോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പുറത്തെ റൂമിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ കാണുന്നില്ല. ചെന്ന് നോക്കിയപ്പോഴാണ് ബുള്ളറ്റ് ചെന്ന് കയറിയപ്പോഴാണ് കൊണ്ട് കയറിയത് അറിയുന്നത്. അതായത് സൈലന്റ് റിവോൾവർ വെച്ചിട്ടായിരുന്നു ഈ സംഭവം, സൈലന്റ്. അപ്പോൾ പിന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കത്തൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്ന ഇനിയുള്ളതാണ് നമുക്ക് ഒരു ചെറിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ IT ED ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ വരുവാണെങ്കിൽ പോലും ഇപ്പം ഞാനാണ് പ്രതിയെങ്കിൽ എന്നെ അവിടെ പിടിച്ചിരുത്തും. എന്നെ അവിടെ പിടിച്ച് അനങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. എനിക്ക് മരുന്ന് വേണോ, അത് വേണോ, മറ്റേത് വേണോ, വെള്ളം വേണോ, മറിച്ചത് വേണോ, എന്ത് വേണമെങ്കിലും ഇവിടെ അവരായിരിക്കും തരുന്നത്, അല്ലേ? ഇവിടെ എന്തുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിച്ചു? ഇവിടെ മാത്രം അദ്ദേഹം അമ്മയെ വിളിക്കാനെന്നും പറഞ്ഞിട്ട് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ റൂമിലോട്ട് പോയെന്ന് പറയും. പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഫോണും ഒരു ആൻഡ്രോയിഡ് ഫോണുമാണ്. അത് അദ്ദേഹത്തിൻ്റെ ക്യാബിൽ തന്നെ ഇരിപ്പുണ്ട്.
അതിപ്പം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പോലീസുകാരും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ചെന്ന് നോക്കുമ്പോൾ ഈ ക്യാബിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ 2 ഫോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്? അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വീഴ്ച. അത് കറക്റ്റായിട്ട് അന്വേഷിക്കണം. അത് കറക്റ്റായിട്ട് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. അതാണ് മെയിനായിട്ട് ഇവിടെ അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്താണ് സംഭവം? പലതിലും ഇന്നലെയൊക്കെ പല ന്യൂസും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്കും രാത്രിയിലും ഇന്ന് രാവിലെയൊക്കെ പല ന്യൂസുകളാണ് വരുന്നത്. ഇന്നലെ ആദ്യം വന്ന ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ റെയ്ഡ് നടന്നിട്ടില്ല, പിന്നെ അദ്ദേഹം വിഷമം കൊണ്ട് ചെയ്തതാന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പിന്നെ ആള് ഈ ഇത്തിരി ഷോർട്ട് ടൈം വേളാണ്, പിന്നെ വെപ്രാളം കൂടുതലാണ് ആ വ്യക്തിക്ക്. ഒരു കാര്യം പെട്ടെന്ന് സാധിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യ ഭാര്യ ഈ ബാംഗ്ലൂരിലുള്ള മിക്ക വസ്തുവും കാര്യങ്ങളൊക്കെ ആദ്യ ഭാര്യയുടെ എന്നുള്ള സംസാരമുണ്ട്. അതും വേറൊരാണ് കെ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ. ഇപ്പം എല്ലാവരും പറയുന്നത് KT നമ്പൂതിരി, അതൊന്നുമല്ല. ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ തട്ടി എടുത്തു എന്നുള്ളൊരു സംസാരമാണ് ആ ഏരിയ മൊത്തം വന്നുകൊണ്ടിരിക്കുന്നതും. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ചൊരു പിണ്ണാക്കും അറിയാത്തത്. ഓക്കെ, എന്തുമായിക്കോട്ടെ, നമുക്ക് എന്തായാലും മറുനാടൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വെച്ച് തരാം. മറുനാടൻ പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏതാണ്ട് ഡിസംബർ പകുതിയോടെ തുടങ്ങിയ ഒരു ദുരന്തത്തിന്റെ തുടർച്ചയാണിത്. ഡിസംബർ പകുതിയോടുകൂടി ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നു. അതിൻ്റെ കാരണം ഇതിന് പിന്നിൽ വലിയ കള്ളപ്പണ ഇടപാടുകൾ, രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വഴി വെളുപ്പിക്കുന്നു എന്ന സംശയം, അല്ലെങ്കിൽ അതിന് തക്കതായ ചില സാഹചര്യം അന്വേഷണ ഏജൻസിക്കുണ്ടായിട്ടാണ്. അങ്ങനെയാണ് ആദ്യം ഇൻകം ടാക്സ് വരുന്നത്. ഇൻകം ടാക്സ് പരിശോധന നടത്തുന്നു, പല കമ്പനികളിലും കയറി നിരങ്ങുന്നു. അക്കൂട്ടത്തിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലും കയറി. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായിരുന്ന CJ റോയ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ CJ റോയുടെ കയ്യിലായിരുന്നു. CJ റോയ് ഇല്ലാത്തത് കൊണ്ട് അത് എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. പല മുറികളും പല ഫയലുകളും അവർ അവിടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചു. എന്ന് വെച്ചാൽ സീൽ ചെയ്ത് വെച്ച് ആർക്കും എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് CJ റോയ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആദ്യം സ്റ്റേ കൊടുത്തു. ഇൻകം ടാക്സുകാരോട് നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ആത്മവിശ്വാസത്തിലായിരുന്നു CJ റോയ് മുമ്പോട്ട് പോയിരുന്നത്. എന്നാൽ പിന്നീട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ആ സ്റ്റേ നീക്കിക്കൊടുത്തു. ആ നീക്കിക്കൊടുത്തതിന് തൊട്ട് പിന്നാലെ ഈ ജനുവരി 26-ന് CJ റോയ്ക്ക് നോട്ടീസ് കൊടുക്കുകയാണ് ഇൻകം ടാക്സ്. അവർ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തുന്നു, നിങ്ങൾ ചില രേഖകൾ കാണിക്കണം, ഞങ്ങളിപ്പോൾ സീൽ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കണം. ഇത് തടയിടാൻ CJ റോയ് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇവിടെയും ഒരു ദുരൂഹത ശ്രദ്ധിക്കേണ്ടതുണ്ട്. CJ റോയ് കർണാടക ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, സാങ്കേതികതയുടെ അടിസ്ഥാനത്തിലായിരുന്നു. മെറിറ്റ് എന്ന് പറയുന്നത് തൻ്റെ എല്ലാം ശരിയാണ്, തൻ്റെ കണക്കുകളെല്ലാം കൃത്യമാണ്, താനെല്ലാം കൊടുത്തിട്ടുണ്ട്, പിന്നെ തന്നെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് മെറിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റോയ് പരാതിയുമായി പോയത് സാങ്കേതിക കാര്യം ചൂണ്ടിക്കാട്ടിയ കേരളത്തിലെ ഇൻകം ടാക്സ് ഓഫീസർമാർക്ക് എന്താണ് ബാംഗ്ലൂരിൽ കാര്യം എന്ന് ചോദിച്ചാണ്. പക്ഷെ ഒടുവിൽ കർണാടകക്കാർ പറഞ്ഞു, കേരളത്തിലുമുണ്ട് ഇദ്ദേഹത്തിന് കച്ചവടം, കർണാടകയിൽ മാത്രമല്ല കേരളത്തിലുമുണ്ട്, കേരളത്തിലെ ചില ഇടപാടുകളെക്കുറിച്ചാണ് സംശയം, അതുകൊണ്ടാണ് കേരളത്തിലെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി അനുമതി കൊടുക്കുകയായിരുന്നു. അങ്ങനെ വരുന്നു, അന്വേഷണ സംഘം എത്തുന്നു, CJ റോയ് വരാൻ നിർബന്ധിതനാകുന്നു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു, കൂടുതൽ രേഖകൾ ചോദിക്കുന്നു. ഈ രേഖകൾ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതിനു മുമ്പ് സഹോദരൻ ബാബുവിനെ ബിഗ് ട്രബിൾ എന്ന് മെസ്സേജ് ഇട്ടിരുന്നു. ഇത് വളരെ ഗൗരവമായ ചില സൂചനകളിലേക്കാണ് നീങ്ങുന്നത്. അതായത് CJ റോയുമായി ബന്ധപ്പെട്ട്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. വിഷയങ്ങൾ പലതും മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സാമ്പത്തിക ക്രമക്കേടുകളുടെ വിശദാംശങ്ങൾ വരുന്നു. ഈ വിശദാംശങ്ങളൊക്കെ പുറത്തു വരികയും CJ റോയ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ബോധ്യമാവുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. കോടതി സ്റ്റേ ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടുത്തെ IT ഉദ്യോഗസ്ഥന്മാർ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതി ചെന്ന് ഇന്ന പോലെ ചില കാര്യങ്ങൾ അവിടെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് തുറന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ 3-4 ദിവസം മുമ്പ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അമ്മയെ കാണണമെന്നും പറഞ്ഞിട്ട് അമ്മയോട് സംസാരിക്കണമെന്നും പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരുള്ള സമയത്ത് അമ്മയോട് സംസാരിക്കണമെന്നും പറഞ്ഞ് പോയ അദ്ദേഹം നേരെ പോയി ഇത് ചെയ്യുമായിരുന്നു. പിന്നെ ഈ CCTV 3 മാസമായിട്ട് ആ CCTVയും കാര്യങ്ങളൊന്നുമില്ല. 3 മാസമായിട്ട് അത് കേടായിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് കാണത്തില്ലേ? പിന്നെ ഇവിടുത്തെ കള്ളപ്പണം അതും ഇതുമൊക്കെ വെളുപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, അതാണ് ഇവിടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം അറിയാൻ കഴിഞ്ഞത് ഒരു 3000 കോടി രൂപയുടെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാൻ ഇപ്പോഴും കൂടുതൽ വിവരങ്ങളൊന്നും പറയാനൊന്നും നിൽക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ബാംഗ്ലൂരിലെ കേസ് കേട്ട് അറിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെയൊക്കെ ഇത് കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്, എല്ലാവരും സംസാരിക്കുന്നതാണ്. ഈ ആദ്യ ഭാര്യയുടെ കാര്യങ്ങളും ഇന്ന പോലായിരുന്നു, ആ വസ്തു ഈ വസ്തു മറ്റേ വസ്തു എല്ലാം അവരുടെ ആയിരുന്നു, അവരുടെ ഭർത്താവ് ജീവൻ വെടിഞ്ഞ കഥകളും ഇട്ടിട്ട് പോയതും, പിന്നെ ഇതൊക്കെ ഒരു കർമ്മഫലമാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ
ഇതൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കഥകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബി വിയിൽ അനീഷിന് സഹായം ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം ബിഗ് ബോസ് പ്രൈസ് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് അറിയാവുന്നത് ജോജു തമ്പി ഒരുത്തരുണ്ടല്ലോ, ഈ പറയുന്ന കാറും അതും ഇതും ഒക്കെ കൊടുക്കുന്ന ഗിവ് കൊടുക്കുന്ന ഒരാൾ. അങ്ങനെയൊക്കെയാണ് ന്യൂജൻ പിള്ളേർക്ക് അറിയുന്നത്. എങ്ങനെ ഈ പ്രൊഫൈലിൽ 1 മില്യൺ ഫോളോവേഴ്സ് വരുന്നു? ഇതുപോലുള്ള ഗിവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. അനീഷിനെ പോലെ ഒരു വ്യക്തിക്ക് 10 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 10-15 കോടി രൂപയുടെ പ്രൊമോഷൻ അയാൾ നടത്തിയെടുത്തത്. ബിസിനസ്മാനാണ്, ബുദ്ധിമാനാണ്. അതൊന്നും പറഞ്ഞ ഇവിടുത്തെ മലയാളികൾക്ക് മനസ്സിലാകത്തില്ല, പ്രത്യേകിച്ച് സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാകത്തില്ല. ഞാനിത് തുറന്നു പറയുമ്പോൾ നിങ്ങൾ ഇവൻ വട്ടാന്നേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് എനിക്ക് പോയിന്റ് അടിക്കാം. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്തായിരിക്കും, അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്തായിരിക്കും, മറ്റേത് ചെയ്തായിരിക്കും, മറിച്ച് ഇതിനാ വെറുതെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതുകൊണ്ടൊരു ഗുണമില്ല, റീച്ചും ഇല്ല, ഒന്നുമില്ല. എനിക്ക് വീഡിയോ ചെയ്തിട്ട് പോവാം. ഇതൊക്കെ പറഞ്ഞാൽ വള്ളി കേസായിട്ടാണെങ്കിൽ വള്ളി എടുത്ത് തലേ വെക്കാന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളെ അറിയിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു മനുഷ്യനെ അന്ധമായിട്ട് വിശ്വസിക്കരുത്, അത്ര ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വെറുതെ വന്ന് തള്ളത്തില്ല, കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച കേസായിട്ടാണ് സത്യം പറഞ്ഞത്. കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. എന്തായാലും ഉടനെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. ബൈ, ലവ് യു.